ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ അപർണയുടെയും അമലിന്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന്റെ കൂടെ തന്നെ അജയ് ആ ഒരു വിവാഹ മണ്ഡപത്തിലോട്ട് വരികയും പിന്നെ ചില പൊട്ടിത്തെറിയും കലഹങ്ങളുമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളിലൂടെ ഇപ്പൊ ജാനകിയുടെയും അബിയുടെയും വീട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അജയുടെയും അപർണയുടെയും വിവാഹം എല്ലാവരും കൂടി ചേർന്ന് നടത്തിയത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നിരഞ്ജന ഹോസ്പിറ്റലാവുകയും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അജയ് നിരഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇപ്പോ അജയ് ഹോസ്പിറ്റലാണ്. നിരഞ്ജന ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUലാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല, എന്തായാലും അജയ് എന്ന് പറയുന്ന ആളെ നിരഞ്ജന അന്വേഷിക്കുന്നുണ്ട്. ഉണ്ണിത്താനും ഭാര്യയും കൂടിയാണ് കയറി കാണാനായിട്ടിരുന്നത്. എന്നാൽ അജയ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അജയ് കയറി കണ്ടു. ഇത് ഇഷ്ടപ്പെടാതെ ഉണ്ണിത്താൻ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. സ്വന്തം മകൾക്ക് ഇത്രയും നാള് വളർത്തിയ എന്നെ അവൾക്ക് വേണ്ട, അജയ് മാത്രം അവൾക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം ചെറിയ ദേഷ്യപ്പെട്ട് സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അജയ് പോയി നിരഞ്ജനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ്. നീ എന്താ ഈ കാണിച്ചത്, നിനക്ക് നീ എന്തിനാ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരഞ്ജനയും അജയോട് ഒരുപാട് സംസാരിക്കുകയാണ്. അവസാനം നിരഞ്ജനയെ സമാധാനപ്പെടുത്തി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിരഞ്ജനയെ സമാധാനപ്പെടുത്തി അജയ് പുറത്തോട്ടിറങ്ങി. അപ്പോൾ അജയ് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഉണ്ണിത്താൻ നീ എവിടെ പോകുന്നത്, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ തനിക്കത് പറ്റത്തില്ല എന്നും തൻ്റെ വീട്ടുകാരോട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ദ്രോഹമാണെന്നും വീട്ടുകാരോട് ആരോടും ഞാൻ പറയാതെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, മുഹൂർത്തത്തിന് മുന്നേ എനിക്ക് മുഹൂർത്തം തെറ്റാതെ തന്നെ എനിക്ക് അവളുടെ അപർണയുടെ കഴുത്തിൽ താലി കെട്ടണം, എനിക്ക് എല്ലാവരുടെയും അഭിമാനം രക്ഷിക്കണം, എനിക്ക് അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ, നിങ്ങൾ അത് തടയാൻ വേണ്ടി വരണ്ട, ഇതെന്റെ ഇഷ്ടമാണ്. നീ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നത് നിരഞ്ജനയ്ക്ക് കണ്ണ് തുറന്ന് അവൾക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം അവളോട് യാത്ര പറഞ്ഞിട്ട് പോകാനായിട്ടാണ്, അല്ലാതെ വേറൊന്നിനും അല്ല, ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അജയ് നേരെ കാർ എടുത്തോണ്ട് പോയി. എന്നാൽ തന്റെ മകൾക്ക് അജയെയാണ് ഇഷ്ടം, അതുകൊണ്ട് അവന്റെ ഈ വിവാഹം ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിയിരിക്കും, അവനെ ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്നിരിക്കും എന്ന് വാശിയോടെ അജയുടെ കാറിന്റെ പിന്നാലെ ഉണ്ണിത്താനും കാർ എടുത്തുകൊണ്ട് പാഞ്ഞു. അങ്ങനെ അജയ് നേരെ വിവാഹ മണ്ഡപത്തിലോട്ട് എത്തുവാണ്. ഈ സമയത്ത് അപർണ വധുവായിട്ട് വരികയും അമലിനെ എല്ലാവരും കൂടി ഒരുക്കി കതിർ മണ്ഡപത്തിലോട്ട് കൊണ്ടിരുത്തുകയും വധുവായിട്ട് അപർണയുടെ കൈയും പിടിച്ചുകൊണ്ട് അപർണയെ കൈയും പിടിച്ചുകൊണ്ട് ആ ഒരു കതിർ മണ്ഡപത്തിൽ കൊണ്ടിരുത്തുവാണ്. അജയ് ഓടി വന്നു. പുറത്ത് നമ്മുടെ അനിയത്തി അമൃതയുടെ ഭർത്താവിന്റെ അനിയത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവള് അജയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തോട്ട് ഓടി വന്ന് പെട്ടെന്ന് ഇനി പറയാനൊന്നും സമയമില്ല, വിവാഹം മുഹൂർത്തത്തിന് സമയമായി, ഓടി വാ എന്ന് പറഞ്ഞിട്ട് അജയെ കൈയും പിടിച്ച് അവൾ ഓടി കയറി വരുന്ന സമയത്താണ് അപർണയുടെ കഴുത്തിൽ അമല് താലി കെട്ടിയത്. ഇനി എന്തായാലും പറ്റത്തില്ല, അത് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്. കാരണം അജയുടെയും അപർണയുടെ വിവാഹം അത്രത്തോളം ഗ്രാൻഡായിട്ട് നടത്താനായിട്ടാണ് ഇരുന്നത്. എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് അമലിന് അപർണയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ വന്നത്. അതുകൊണ്ട് ഒരാളുടെ ജീവിതം മാറി മറിയാനായിട്ട് ഒരു നിമിഷം മതി എന്ന് ജാനകി മനസ്സിലാക്കി. അങ്ങനെ താലികിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അജയ് എല്ലാവരോടും കണ്ട് സോറി പറയാനായിട്ട് പോവുകയും, എന്നാൽ ഏട്ടാ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, പോയി കഴിഞ്ഞാൽ ഇതിലും വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അജയെ പുറത്തോട്ട് കൊണ്ടുവരികയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ അജയ് നേരെ നിരഞ്ജനയുടെ അടുത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നാൽ അപർണയ്ക്ക് ഇപ്പോഴും വാശിയാണ്. എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ ഈ പെറുപിറുത്ത് നിൽക്കുവാണ്. കണ്ടോ, ഒരാളുടെ വിവാഹം അപർണയുടെയും അജയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്, എന്നാൽ അവരുടെ വിവാഹം മാറ്റിവെച്ചു, ഇപ്പൊ പെട്ടെന്ന് വരനായിട്ട് അമല് വന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ടാണ് ഒരാളുടെ ജീവിതം മാറി മറിയുന്നത്. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അജയ് അത്രത്തോളം മാറ്റി നിർത്തി തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അപർണ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് നിരഞ്ജന പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, അപ്പോൾ അപർണയുടെ ഫ്രണ്ട്സും പറയുന്നുണ്ട് അമലിനെ കുറിച്ച് കുറ്റം പറയുന്ന, അമലിനെ ഒട്ടും
ഇഷ്ടമില്ലാത്ത അപർണയാണ് അമലിന്റെ വധുവായിട്ട് അമലിന്റെ ഭാര്യയായിട്ട് ആ വീട്ടിലോട്ട് കയറി പോകുന്നത് എന്നുള്ള സംസാരങ്ങളാണ് എല്ലാവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. എന്താ പറയാ, എന്തായാലും ഇനി ജാനകിയുടെയും അപർണയുടെയും നേർക്കുനേർ പോരാട്ടമായിരിക്കും. ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാനകി ഒരു പോരാട്ടം നടത്തുകയും ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മരുമകളായിട്ട് കയറി വരുന്ന അപർണയും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.